YouTube channel. Welcome to all friends. Subscribe. ആമസോണിൽ പല പ്രൊഡക്റ്റുകളും കസ്റ്റമർ ഓർഡർ ചെയ്ത് മാറി വന്നതായി സമൂഹങ്ങളിൽ വാർത്തയായതാണ്. അതിനുശേഷം ആമസോണുകാർ വളരെ ശ്രദ്ധിക്കുകയും കസ്റ്റമർ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റുകൾ കറക്റ്റായി കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ആമസോണുകാർക്ക് കയ്യബദ്ധം സംഭവിച്ചിരിക്കുന്നത്. ബംഗളൂരുവിലെ ഒരു കസ്റ്റമർ ഗെയിം കൺട്രോൾ ബോക്സ് ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് അപകടകരമായ ഒരു ബോക്സ് ആയിരുന്നു. ഈ വീഡിയോ ദൃശ്യത്തിൽ കാണുക ആ അപകടകരമായ ബോക്സ്. ഐഫോൺ ഓർഡർ ചെയ്തവർക്ക് പകരം സോപ്പ് പെട്ടി, സോപ്പ് ഓർഡർ ചെയ്തവർക്ക് കിട്ടിയതാകട്ടെ കല്ലുകൾ. ഇങ്ങനെ പല അബദ്ധങ്ങളും ആമസോൺ ഡെലിവറിയിൽ സംഭവിച്ചത് വാർത്തയായിട്ടുണ്ട്. എന്നാൽ ബംഗളൂരുവിൽ ഇന്നലെ സംഭവിച്ചത് അല്പം കടന്ന കൈയായി പോയി. ആമസോൺ വഴി ഗെയിം കൺട്രോളർ ബോക്സ് ഓർഡർ ചെയ്ത ദമ്പതികൾക്ക് തലനാരിഴയ്ക്കാണ് മൂർഖൻ പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ബോക്സ് കവർ ചെയ്ത ഇൻസുലേഷൻ ടേപ്പിൽ കുരുങ്ങിയ നിലയിലായിരുന്നു പാമ്പ്. അതുകൊണ്ട് മാത്രം ഇവർക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. കസ്റ്റമർ കെയറിൽ നിന്നും ഡെലിവറി ഏജന്റിൽ നിന്നും മതിയായ സഹായം ലഭിച്ചില്ല എന്നും ദമ്പതിമാർ പറയുന്നു. ദൃശ്യങ്ങൾ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ ഖേദപ്രകടനവുമായി ആമസോൺ അധികൃതർ രംഗത്തെത്തി. ദമ്പതിമാർക്ക് വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ മുഴുവൻ പണവും തിരികെ നൽകി. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണവും ആമസോൺ നൽകിയിട്ടുമില്ല. വിഷയത്തിൽ കമ്പനി അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയൊരു അപകടത്തിൽ നിന്നുമാണ് കസ്റ്റമർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന ഓരോരുത്തരും ഇനിയെങ്കിലും കസ്റ്റമറുടെ പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്യാനായിട്ടുള്ള ബോക്സുകൾ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും ഒളിച്ചിരിക്കുന്നില്ല എന്ന് നന്നായി ബോക്സ് തട്ടിക്കുടഞ്ഞ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കസ്റ്റമറുടെ പ്രൊഡക്റ്റ് അതിൽ ഇട്ട് പാക്ക് ചെയ്ത് വളരെ സേഫ്റ്റിയോടെ കസ്റ്റമറുടെ കൈകളിൽ എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.